ഇപ്പോൾ വെമ്പായത്തേക്ക് ഒരിക്കൽ കൂടി പോകാം. അവിടെ ജനപ്രതിനിധികൾ എത്തുന്നു. MLA മുൻ മന്ത്രി GR അനിൽ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നു. പ്രാദേശിക നേതാക്കന്മാർ ഉൾപ്പെടെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ച് അറിയുന്നു. വിശദീകരിക്കുകയാണ് പോലീസും മറ്റ് അവിടുത്തെ. ഇപ്പോൾ മന്ത്രിയുടെ പ്രതികരണം നമുക്ക് ലഭ്യമാക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. പ്രതികരണത്തില് മന്ത്രിയുടെ പ്രതികരണം വിവിധ വകുപ്പുകളുടെ NOC ഒക്കെ വേണ്ടതാണ്. ഇപ്പം ഫയർഫോഴ്സ് വേണം, KCB വേണം, പോലീസ് വേണം, പൊതുമരാമത്ത് വകുപ്പ് വേണം, പഞ്ചായത്ത് വേണം. എന്നിട്ടും ഇങ്ങനെ ഒരു അപകടം വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് അതേ വിവിധ വകുപ്പുകളുടെ അനുവാദത്തോടു കൂടി അംഗീകാരത്തോടു കൂടിയും പ്രവർത്തിക്കേണ്ടുന്ന ഒരു സ്ഥാപനമാണ്. അതിലുണ്ടായ സാങ്കേതികമായ പിഴവുകൾ ഇവിടെ വന്ന് നമ്മൾ നേരിട്ട് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം പുറത്ത് ദൈനംദിനമായി ഈ സ്ഥാപനമായിട്ട് ബന്ധപ്പെടുന്നവരല്ലല്ലോ നമ്മൾ. പഞ്ചായത്ത് അധികൃതരോട് പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്, വൈസ് പ്രസിഡന്റുണ്ട്. സംസാരിച്ചപ്പോൾ പഞ്ചായത്തിന് ലൈസൻസ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ദൈനംദിനമായിട്ട് അവർ അതിനകത്ത് പരിശോധന നടത്തുന്ന രീതിയല്ല, അവരെ കാണുന്ന ഒരു കേന്ദ്രമല്ല. എന്തായാലും വളരെ വളരെ ഗുരുതരമായ ഒരു സംഭവമാണ് നമുക്ക് കാണേണ്ടി വന്നത്. ഇവിടെ പരിക്കേറ്റവരെ ചികിത്സാ സൗകര്യങ്ങൾ മെഡിക്കൽ കോളേജിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലും അതിൻ്റെ അധികൃതരോട് സംസാരിച്ച് അത് ഉറപ്പാക്കാൻ, ചികിത്സ ഉറപ്പാക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ ഇത് പ്രവർത്തിപ്പിക്കാവൂ എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ആൾ ഒരു മാനേജറെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. അതിനപ്പുറത്ത് ആരാണെന്ന് 5 വർഷം എനിക്കും അറിയാൻ കഴിഞ്ഞിട്ടില്ല, എൻ്റെ ഓഫീസിനും അറിയാൻ കഴിഞ്ഞില്ല. മുമ്പൊരു സംഭവം ഉണ്ടായപ്പോൾ ബന്ധപ്പെട്ടപ്പോൾ ഉള്ള അവസ്ഥ അതാണ്. എന്തായാലും ഇത് കുറച്ചുകൂടെ സുതാര്യമായി ഇതുപോലെ ഒരു കേന്ദ്രത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വരുന്നൊരു കേന്ദ്രമായതുകൊണ്ട് കുറച്ചുകൂടെ വ്യക്തതയോടുകൂടി സുതാര്യതയോടുകൂടി നടത്തിക്കൊണ്ടു പോകുന്നെങ്കിൽ മാത്രമേ ഇത്തരം ഒരു സ്ഥാപനം പ്രവർത്തിപ്പിക്കാവൂ എന്ന് പഞ്ചായത്ത് അവർ ശ്രദ്ധയപ്പെടുത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് അതെന്തായാലും അത്തരത്തിലുണ്ടായ സംഭവങ്ങളുടെ വീഴ്ച നമുക്കിപ്പം വീഴ്ചയായിട്ടല്ലേ കാണാൻ പറ്റും, അല്ലാതെ നമുക്ക് അതിന് പരിഹാരം കാണാത്ത ഒരു സാഹചര്യത്തിൽ നമുക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല. അതെ, വെറും 4 ചെറിയ ആംഗ്ലറിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പം നേരത്തെ ഈ സുരക്ഷാ പരിശോധന നടത്തിയവർക്കും വീഴ്ച പറ്റിയിട്ടില്ല. ആർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിലും അവർക്ക് നടപടിക്ക് വിധേയമാകേണ്ടതാണ്. അതിലൊന്നും യാതൊരു നമ്മൾ ആരെയും ന്യായീകരിക്കാനോ ആരെയും സംരക്ഷിക്കാനോ നിൽക്കുന്നവരല്ല നമ്മൾ ഒരിക്കലും. കാരണം ഇതുപോലൊരു സ്ഥാപനം നടത്താൻ വേണ്ടുന്ന സുരക്ഷാ സൗകര്യങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ ഇനി പ്രവർത്തിപ്പിക്കാവൂ എന്നതാണ് വ്യക്തമായി പറയുന്നത്. അപകടം പറ്റിക്കഴിഞ്ഞ ഒരു ആംബുലൻസിന് കടന്നു വരാൻ പോലും ബുദ്ധിമുട്ടാണ്. അത് ആംബുലൻസ് മാത്രമല്ല, ഇവിടെ ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങൾ ഒന്നുമേ ഇല്ലായിരുന്നു, ആരുമേ ഇല്ലായിരുന്നു എന്നതാണ് അറിയാൻ കഴിഞ്ഞത്. നാട്ടുകാർ പറഞ്ഞത് ഇവിടുന്ന് അപകടത്തിൽ പരിക്കേറ്റവരെ കൊണ്ടുപോകാൻ നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാഹനവും ലഭ്യമായില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത് ഈ സൗകര്യങ്ങളെല്ലാം ഉറപ്പാക്കിക്കൊണ്ട്, ആംബുലൻസ് സേവന സൗകര്യങ്ങളടക്കം ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ പ്രാഥമിക ചികിത്സ, പ്രാഥമിക സുരക്ഷാ സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ കഴിയുന്ന, അതിന് വേണ്ടുന്ന ഹെൽത്ത് മെഷേഴ്സ് അടക്കം ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ ഇനി പ്രവർത്തിപ്പിക്കാവൂ എന്ന് ഇത് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഈ സംഭവം. MLA GR അനിലിന്റെ പ്രതികരണമാണ് കേട്ടത്. സുരക്ഷാ പാളിച്ച ഉണ്ടായി എന്ന മുൻമന്ത്രി കൂടിയായിട്ടുള്ള GR അനിൽ ആ സമയത്ത് ആണ് ഒരു അപകടം, LDF സർക്കാരിന്റെ കാലത്തുണ്ടായിട്ടുള്ള ഒരു അപകടം. അതിനുശേഷം പോലും ഒരു പരിശോധനയും അന്ന് ഉണ്ടായിട്ടില്ല, നടന്നില്ല. അപ്പോൾ വീഴ്ചകൾ ഒന്നൊന്നായി സംഭവിച്ചുകൊണ്ട് നേരത്തെ ഞങ്ങളുടെ പ്രതിനിധി തത്സമയ വിവരങ്ങൾ നൽകുമ്പോൾ പറഞ്ഞതുപോലെ ഒരു ആംബുലൻസിനെ പോലും കടന്നു കയറാൻ കഴിയാത്ത രീതിയിലുള്ള വഴി സംവിധാനമോ അതല്ല ഒരു വാഹനം പോലും ഈ അപകടം നടന്നതിന് ശേഷം അവിടെ ഉണ്ടായിരുന്നില്ല. രക്ഷാപ്രവർത്തനം വൈകി. അപ്പോൾ ആശ്വാസകരമായിട്ടുള്ള കാര്യം മറ്റൊന്നും സംഭവിച്ചില്ല. 26 പേർ ഉണ്ടായിരുന്ന സ്ഥലത്ത്, ഈ റൈഡിലുണ്ടായിരുന്ന സ്ഥലത്ത് 4 ആംഗ്ലെയറിൽ മാത്രം നിന്നുകൊണ്ടാണ് ഇത് കറങ്ങിയത്. ഇപ്പോൾ കുട്ടികൾ വരുന്ന സമയമാണ്, വെക്കേഷൻ ടൈമാണ്. സുരക്ഷാ ഓഡിറ്റ് നടത്തേണ്ട ബാധ്യത തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കാണ്. അപ്പോൾ ലൈസൻസ് നൽകിയതടക്കം പരിശോധന വേണ്ടിവരും. 2 വർഷത്തിന് ശേഷം, 2 വർഷമായി ഇപ്പോൾ പ്രവർത്തിക്കുന്നു. മുൻ വർഷങ്ങളായി ഇത് പ്രവർത്തിക്കുകയായിരുന്നെങ്കിൽ ഇടയ്ക്ക് നിർത്തിവെച്ച ഒരു സ്ഥാപനമാണ്. അമ്യൂസ്മെൻറ്റ് പാർക്കാണ്, 2 വർഷം കൊണ്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ എല്ലാ പരിശോധനകളും വേണ്ടിയിരുന്നു. അത് കാലാനുസൃതമായിട്ട്
ഈ ഓരോ വർഷവും ഈ സേഫ്റ്റി പരിശോധന അത് 6 മാസം കൂടുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഉത്തരവാദിത്തപ്പെട്ടതാണ് ഈ സേഫ്റ്റി പരിശോധന നടത്തേണ്ട ബാധ്യത. അപ്പോൾ എല്ലാ വിധത്തിലും സുരക്ഷാ പാളിച്ച അമ്യൂസ്മെന്റ് പാർക്കിൽ സംഭവിച്ചിരിക്കുന്നു. ആശ്വാസകരം, ആർക്കും ഗുരുതരമായിട്ടുള്ള പരിക്കില്ല, ജീവഹാനി ഉണ്ടാകുന്ന തരത്തിലേക്ക് ഒരു പരിക്കും പോയിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസം. SUT അടക്കമുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ സമയമേറെ വൈകിയിരുന്നു എന്നാണ് പ്രദേശവാസി, കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ പരാതിപ്പെടുന്നത്. ഇപ്പോഴും ഈ അമ്യൂസ്മെന്റ് പാർക്കുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവിടേക്ക് എത്തിയിട്ടില്ല എന്നതും വളരെ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയാണ്. അപ്പോൾ ആരോട് ചോദിക്കും, എങ്ങനെ ഇത് പ്രവർത്തിച്ചു? ഓരോ റൈഡിനും അതിൻ്റെ ഈ സ്പീഡ് സംബന്ധിച്ചായാലും ഒക്കെ ഒരു കൃത്യമായിട്ടുള്ള സമയക്രമീകരണങ്ങൾ, അതിൻ്റെ വേഗത ഇതൊക്കെയുണ്ട്. അപ്പോൾ ഇതൊക്കെ നടത്താൻ വേണ്ടി ചുമതലപ്പെട്ട ഒരാൾ അവിടെ ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് ഈ റെയ്ഡ് പ്രവർത്തിച്ചത്? കൃത്യമായിട്ട് പരിശോധന ഓരോ ദിവസവും പ്രതിദിനം ഈ പരിശോധന വേണ്ടുന്നതാണ്. ഈ റൈഡിലേക്ക് അതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നതിന് മുൻപ് പരിശോധന കൃത്യ ദിവസം ഓരോ ദിവസവും വേണ്ടുന്നതാണ്. അതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ബോധ്യപ്പെടുന്നു. ഈ സാങ്കേതിക പരിശോധന ഉൾപ്പെടെ വേണ്ടിവരും എന്നുള്ളതാണ്. ലൈസൻസ് നൽകിയത് ആരാണ് ഇങ്ങനെ ഒരു സ്ഥാപനത്തിന് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്.